നല്ല സ്വഭാവ ഗുണമുള്ള കുഞ്ഞുങ്ങളാകാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രഗ്നൻസിയിൽ ശ്രദ്ധിക്കണം. ധാരാളം വെള്ളം കുടിക്കണം, വൈറ്റമിൻസ് അടങ്ങിയ ഫുഡ് കഴിക്കണം, നല്ല നല്ല പാട്ടുകൾ കേൾക്കണം, കാമാൻ ക്വയറ്റായിട്ടുള്ള അന്തരീക്ഷം തിരഞ്ഞെടുക്കണം, വാക്ക് തർക്കങ്ങളിലൊന്നും ഏർപ്പെടാതിരിക്കുക. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നല്ല വൈറ്റമിൻസ് അടങ്ങിയ ഫുഡ് കൊടുക്കണം, ധാരാളം വെള്ളം കൊടുക്കണം. പിന്നെ അതേപോലെ തന്നെ അച്ഛനും അമ്മയായിട്ടുള്ള സ്നേഹം, അതാണ് അവളുടെ വളർച്ചയ്ക്കുള്ള ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം. അതേപോലെ കുഞ്ഞിനോട് ഒരു കാര്യം പറയുമ്പോൾ അച്ഛനും അമ്മയും ഒരേപോലെ ആയിരിക്കണം പറയേണ്ടത്, അല്ലെങ്കിൽ അവൾക്ക് കൺഫ്യൂഷനാകും ഏതാ ശരിയെന്നുള്ളത്, ആര് പറയുന്നതാ ശരിയെന്നുള്ളത്. അതുപോലെ അയൽവക്കത്തെ കളിക്കാൻ വിടരുത്. കാരണം നമ്മുടെ കൾച്ചറിൽ ആ കുഞ്ഞിനെ വളർത്തണമെന്ന് ഉദ്ദേശിക്കുന്നെങ്കിൽ അയൽവക്കത്ത് വിടാതിരിക്കുക. എത്ര ബന്ധുക്കളായാലും അവരുടെ സംസ്കാരമൊക്കെ വർത്തമാനമൊക്കെ ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ ആ കൾച്ചറായിരിക്കും അവളിൽ പ്രകടമാകുന്നത്. പണ്ടൊക്കെ നമ്മൾ വെക്കേഷനൊക്കെ ഓപ്പൺ ഏരിയയിലായിരുന്നു കളിക്കുന്നത്. പ്ലാവിൻ്റെയും മാവിൻ്റെയൊക്കെ താഴെ പഴയ നമ്മുടെ വീട്ടിലെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്ന് ആ കുട്ടികളുടെ എല്ലാവരും ഒന്നിച്ചായിരുന്നു കളിക്കുന്നത്. അപ്പോൾ ഈ പണ്ട് രാവിലെ എഴുന്നേറ്റ് വാതിലുകൾ തുറന്നു കഴിഞ്ഞാൽ പിന്നെ രാത്രിയിലായിരുന്നു അടയ്ക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ നമ്മളിൽ കാണുമായിരുന്നു. ഇപ്പോഴങ്ങനല്ല. ഗ്രാമത്തിലായാൽ പോലും വാതിലുകളെല്ലാം എപ്പോഴും അടച്ചാണിരിക്കുന്നത്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ അയൽവക്കത്ത് വിടാതിരിക്കുക. അതേപോലെ സ്കൂൾ തിരഞ്ഞെടുക്കുമ്പോൾ പേരുകേട്ട സ്കൂളല്ല, അങ്ങനല്ല തിരഞ്ഞെടുക്കേണ്ടത്. അവിടെ നല്ല അധ്യാപകരാണോ, കാമാൻ കയറ്റായിട്ടുള്ള അന്തരീക്ഷമാണോ എന്ന് നോക്കുക. കുഞ്ഞിനെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പിച്ച് വിടുക. പിന്നെ വൈകിട്ട് വരുമ്പോൾ അവളുടെ മുഖം ശ്രദ്ധിക്കണം. വിഷമമാണോ സന്തോഷമാണോ, അതായത് സ്കൂളിലെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കുക. ഒരു 12ാം ക്ലാസ് വരെ നമ്മൾ അവരുടെ ഒപ്പം തന്നെ വേണം. കൂടുതൽ സമയം കുഞ്ഞുങ്ങളോടൊപ്പം ചിലവഴിക്കുക. ഏറ്റവും വലിയ സമ്പത്താണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. അതുപോലെ +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരവരുടെ കാര്യം നോക്കിക്കും. നല്ല ജോബ് ഓറിയൻറ്റഡായിട്ടുള്ള കോഴ്സിനൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ അവർ തന്നെത്താനെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നോക്കിക്കോളും. അങ്ങനെ അപ്പോഴത്തേക്ക് നമുക്ക് ഒരു ഏജ് ആവും. അപ്പോൾ നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കാം. അങ്ങനെ കുഞ്ഞുങ്ങളുടെ ലൈഫും ഹാപ്പി ആയിട്ടിരിക്കും. അതോടൊപ്പം നമ്മുടെ ലൈഫും ടെൻഷൻ ഫ്രീ ആയിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കും.